രാജ്യത്ത് സമീപകാലത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം ഉന്നയിച്ച് CBCAയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണ്. ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും സംരക്ഷിക്കണമെന്നും CBCA അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ സന്ദേശത്തിൽ പറയുന്നു. വിവരങ്ങളുമായി സജു തോമസ് ചേരുന്നു. സജു, എന്തൊക്കെയാണ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിലുള്ളത് CBCAയുടെ? തന്നെ പ്രധാനമായിട്ടും രാജ്യത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മത മൌലികവാദികളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യവും സമത്വവും നീതിയും പരീക്ഷിക്കപ്പെടുകയാണെന്നുമാണ് ഇപ്പോൾ മാർ ആൻഡ്രൂസ് താഴത്തലിന്റെ CBCAയുടെ അധ്യക്ഷന്റെ സന്ദേശത്തിൽ പറയുന്നത്. ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും സംരക്ഷിക്കണമെന്നും രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം ആക്രമണങ്ങളുമാണ് പ്രധാനമായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സമീപകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം ഉന്നയിച്ചാണ് CBCA അധ്യക്ഷന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിൽ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് സംഘപരിവാർ സംഘടനയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ പേരെടുത്തുള്ള ഒരു വിമർശനം ഈ ഒരു സന്ദേശത്തിൽ പറയുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ പെരുകുകയാണെന്നും അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം രാജ്യത്തിനുണ്ട് എന്നുള്ളത് രാജ്യം മറന്നുപോകരുത്, അല്ലെങ്കിൽ ഭരണകർത്താക്കൾ മറന്നുപോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് CBCA അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തലിന്റെ ഈ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറയുന്നത്. ധന്യ.